എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു തൈര് സാദമാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും കഴിക്കാനൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിട്ട് തൈര് സാദവും പൊട്ടറ്റോ ഫ്രൈയും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇതാ പൊന്നി റൈസ് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഇതാ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് വറ്റിച്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ അത് വേകുന്ന നേരത്ത് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പൊട്ടറ്റോ ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. 2-3 കതിര് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമ്മൾ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇതിൽ തന്നെ തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് അതിനിടയ്ക്കൊക്കെ ഞാനിത് ഇളക്കി യോജിപ്പിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടറ്റോ നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഒന്ന് വേവിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വീണ്ടും ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും തുറന്ന് നോക്കുമ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റി നല്ലപോലെ സെറ്റായി നല്ല മെഴുക്കുരട്ടി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് വെക്കുകയാണ് കേട്ടോ. തുറന്ന് നോക്കി നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത്ര ഉടയുണ്ടെങ്കിൽ അത്രയും വേണമെന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് ഉടഞ്ഞാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2.5 കപ്പ് തൈരാണ് കേട്ടോ മൊത്തത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കണം കേട്ടോ, എന്നാലാണ് തൈര് സാദത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തൈര് സാദം കഴിക്കുമ്പോഴും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പാൽ ചേർക്കുമ്പോൾ. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ്, പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് പൊട്ടിയതിന് ശേഷം 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, 3-4 ഉണക്കമുളക് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ തൈര് സാദത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കയ്യിലുണ്ടെങ്കിലും മതി കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇലയിൽ വിളമ്പിയിട്ടുണ്ട് കേട്ടോ തൈര് സാദവും പൊട്ടറ്റോ ഫ്രൈയും കുറച്ച് പപ്പടവും, അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം, എന്നാലും എൻ്റെ രീതിയിലൊന്ന് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ടുണ്ട്.